ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സുവോളജി റെക്കോർഡ് കംപ്ലീറ്റിംഗ് സീരീസിൻ്റെ പാർട്ട് 1 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെക്കോർഡിനകത്താണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫസ്റ്റ് തന്നെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഡെക്സ് എഴുതുന്നതിൽ എനിക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാനത് എഴുതാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെയാണ് പ്രാക്ടിക്കൽസ് ഫോർ ക്ലാസ് 11 എന്നുള്ളതും ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസ് എന്നുള്ളതും ഇത് രണ്ടും നമ്മൾ ആ ഒരു ഫസ്റ്റ് പേജിൽ തന്നെയായിരുന്നു എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫസ്റ്റ് പിക്ചറായിട്ടുള്ള ഹൈഡ്ര വരയ്ക്കാനായിട്ട് പോയി. ഞാനിവിടെ ലാബ് മാനുവൽ ഞാൻ വാങ്ങിച്ചത് കൂടെ സൈഡിലെടുത്ത് വെക്കുന്നുണ്ട് ഹെൽപ്പിനായിട്ട്. അപ്പോൾ നമ്മുടെ ഹൈഡ്ര വരച്ചതിനകത്താണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സ് ആൻഡ് അഡാപ്റ്റേഷൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ കിങ്ഡം, ഫൈലം, പിന്നെ ക്ലാസ് ഒക്കെ എഴുതി കൊടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം സൈഡിൽ എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈഡ്ര വരച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഹൈഡ്ര വരച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതിനകത്ത് ലേബിൾ ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ലേബിൾ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലിവർ ഫ്ലൂക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ലിവർ ഫ്ലൂക്കിന് ആദ്യം തന്നെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സും പിന്നെ അതിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസും എക്കണോമിക് ഇമ്പോർട്ടൻസും എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മെയിൻ ഹെഡിങ് കൊടുത്തു. കിങ്ഡം, ഫൈലം, ക്ലാസ് എല്ലാം എഴുതി. അതിന് ശേഷമാണ് പിക്ചർ വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് നോർമലി ഞാൻ ബോട്ടണിയിൽ എടുക്കുന്ന സമയത്തെക്കാളും കുറച്ച് ടൈമേ സുവോളജിയിലെ പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ എടുത്തതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിവർ ഫ്ലൂക്കെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ലേബിൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പിന്നെ നമ്മൾ പോയതായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്കാരിസിൻ്റെ ഇത് പിക്ചർ വരയ്ക്കാനായിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സും പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് എല്ലാം എഴുതി കൊടുത്തു. അതിനുശേഷം കിങ്ഡം, ഫൈലം, ക്ലാസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് 2 പിക്ചറായിരുന്നു അസ്കാരിസിൽ വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഫീമെയിലും ഒന്ന് മെയിലും ആയിരുന്നു. അപ്പോൾ അത് രണ്ടും വരച്ച് നമ്മൾ അതിനകത്ത് അടയാളപ്പെടുത്താനുള്ളതെല്ലാം അടയാളപ്പെടുത്തി. അതിനുശേഷം പിന്നെ ഞാൻ നെക്സ്റ്റ് വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ എർത്ത് വോം ആയിരുന്നു. അപ്പോൾ എർത്ത് വോമിലാണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സും എക്കണോമിക് ഇമ്പോർട്ടൻസും മാത്രമേ എഴുതാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ അതിൻ്റെ പിക്ചർ വരയ്ക്കാനായിട്ട് പോയി. അവിടെയും നമ്മൾ നോർമലി എഴുതുന്ന പോലെ കിങ്ഡം, ഫൈലം, ക്ലാസ് അതെല്ലാം എഴുതി കൊടുക്കണമായിരുന്നു. അതിന് ശേഷമാണ് അത് വരച്ച് അടയാളപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുള്ളത് നമ്മുടെ ലീച്ചായിരുന്നു. ലീച്ചിൻ്റെ പടം എനിക്ക് ഭയങ്കരമായിട്ട് വരച്ചതിൽ സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നിയൊരു പടമായിരുന്നു ലീച്ചിൻ്റെ പടം എന്ന് പറയുന്നുള്ളത്. അത്യാവശ്യം നല്ലോണം വരയ്ക്കാൻ ഈസി ആയിരുന്നു. അതിൻ്റെ എഴുതാനുള്ളതെല്ലാം എഴുതി അതിൻ്റെ കിങ്ഡം, ഫൈലം, ക്ലാസ് എല്ലാം എഴുതിയിട്ടാണ് നമ്മൾ പടം വരയ്ക്കാനായിട്ട് പോയത്. സുവോളജിയിലെ പടങ്ങളെല്ലാം മിക്കതും എനിക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് വരച്ച് തീർക്കാൻ പറ്റിയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോൺ വരയ്ക്കാനായിട്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടുകട്ടിയായിട്ടുള്ളൊരു പടമായിരുന്നു. എങ്കിലും ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ എനിക്ക് വരച്ചെടുക്കാൻ പറ്റിയതാണ് എൻ്റെ ഒരു വിശ്വാസം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും നമുക്ക് ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സ്, അഡാപ്റ്റേഷൻസ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ എഴുതി കൊടുത്തതിന് ശേഷം ഇത് ഞാൻ കുറച്ച് വലുതായിട്ടാണ് നോർമലി വരയ്ക്കാറ്. അതുകൊണ്ട് വലുതായിട്ട് തന്നെയാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഡൗട്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിലിരുന്ന ലാബ് മാനുവലിൽ വേറെ രീതിയിലും എൻ്റെ കയ്യിലിരിക്കുന്ന PDF വേറെ രീതിയിലുമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ PDF രീതിയിൽ കുറച്ച് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ആ രീതിക്കാണ് വരച്ചത്. പിന്നെ അതെല്ലാം വരച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിൽക്ക് വോമാണ്. സിൽക്ക് വോമിനകത്താണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം കൺഫ്യൂഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2 പിക്ചേഴ്സും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ 2 പിക്ചറൂടെ കമ്പൈൻ ചെയ്തൊക്കെയാണ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനും നമുക്ക് നോർമലി ഉള്ളതെല്ലാം നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ എക്സ്ട്രാ എടുത്ത് പറയാത്തത് എല്ലാത്തിനും സെയിം ആയിട്ട് തന്നെയാണ് എഴുതുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അതെല്ലാം ലേബിൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹണി ബീ വരയ്ക്കാനായിട്ടായിരുന്നു. ഹണി ബീ എൻ്റെ കയ്യിലിരിക്കുന്ന ലാബ് മാനുവലിൽ 3 പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അതിൽ 2ലും നമുക്ക് കോമൺ ആയിട്ടുള്ളത് 2ലും ഏതാണോ ആ ഒരു പിക്ചറാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. അത് വരച്ചതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് നോർമലി എഴുതേണ്ടതെല്ലാം എഴുതി ലേബലൊക്കെ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നത് നമ്മുടെ സ്നെയിലാണ്. സ്നെയിൽ അല്ലെങ്കിൽ പൈല എന്ന് പറയാം. ഇത് 2ൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ മെയിൻ ഹെഡിങ്ങായിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൈല കൊടുത്തു. സ്നെയിലാണ് കൊടുക്കുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ പൈല കൊടുക്കാനായിട്ട് മറക്കരുത്. അതിന് ശേഷം ഇതിൻ്റെ പടം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമാണ്. അതിൻ്റെ ഷെല്ല് പോലൊക്കെ വരയ്ക്കാനായിട്ട് നല്ല രസമാണ്. അപ്പം അത് വരച്ച് അതിന് ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് ലേബിൾ ചെയ്യാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്
സ്റ്റാർ ഫിഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാർ ഫിഷ് ആയിരുന്നു ഇതിനകത്ത് വരയ്ക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സ്റ്റാർ ഫിഷ് വരയ്ക്കാനും എളുപ്പമായിരുന്നു. ആ സ്റ്റാർ ഫിഷ് കൂടെ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ ആ ഒരു സെക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആവും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നമ്മുടെ ബോട്ടണിയുടെയൊക്കെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ 6ഓ 7ഓ പടങ്ങൾ മാത്രമേ വരയ്ക്കാറുള്ളൂ. ഇന്ന് ഞാനിവിടെ 11 പിക്ചേഴ്സാണ് വരച്ചിട്ടുള്ളത്. കാരണം കുറച്ച് ടൈമേ എടുക്കുന്നുള്ളൂ എന്നുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വെർട്ടിബ്രേറ്റ് ആനിമൽസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പോയത് നമ്മുടെ ഷാർക്ക് വരയ്ക്കാനായിട്ടായിരുന്നു. ഷാർക്കിന് നമ്മൾ ഇതുപോലെ തന്നെ മറ്റതിന് പോലെ തന്നെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സും അഡാപ്റ്റേഷൻസും എല്ലാം ഉണ്ട്. അതെല്ലാം അതുപോലെ എഴുതി കൊടുത്തതിന് ശേഷം വരയ്ക്കാനായിട്ട് പോയി. അപ്പോൾ 2 ലാബ് മാനുവലിലും PDF-ലും 2 പിക്ചേഴ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ PDF-ലെ പിക്ചർ കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നിയതുകൊണ്ട് അതാണ് വരച്ചത്. അങ്ങനെ അത് വരച്ച് ഒരുവിധ ഷെയ്ഡൊക്കെ ചെയ്ത് ലേബൽ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ നെക്സ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് നമ്മുടെ രോഹു ആണ്. അപ്പോൾ രോഹുവിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കണ്ടെന്നായിരുന്നു. പിന്നെ എൻ്റെ തീരുമാനം മാറ്റിയിട്ട് ഞാനത് വരയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം എനിക്കത് കണ്ടപ്പോൾ കുറച്ച് ടഫായിരിക്കും എന്നൊക്കെ തോന്നി. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിരുന്നു ഗയ്സ് വരയ്ക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെതും എഴുതാനുള്ള സംഭവങ്ങളെല്ലാം എഴുതണം. നമ്മളെല്ലാത്തിനും നമ്മൾ കിങ്ഡം, ഫൈലം, ക്ലാസ് അതെല്ലാം എഴുതുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ പിക്ചർ വരയ്ക്കാനായിട്ട് പോയി. ഇതിനും അഡാപ്റ്റേഷൻസും എക്കണോമിക് ഇമ്പോർട്ടൻസും ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സും എല്ലാം എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എഴുതി കൊടുത്തതിന് ശേഷം അതിനകത്ത് കറക്റ്റായിട്ട് വരച്ചൊക്കെ കൊടുത്ത് പിന്നെ നമുക്ക് ലേബലിംഗ് പരിപാടിയായിരുന്നു ഉള്ളത്. അതെല്ലാം ലേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച അത്രയും പടങ്ങൾ ഞാനാണെങ്കിൽ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ റെക്കോർഡ് വരുന്നുള്ളത് ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇനിയും കുറേ പിക്ചേഴ്സൊക്കെ ഇതിൽ വരാനുണ്ട്. ഞാൻ ഇന്ന് വരച്ച പിക്ചേഴ്സ് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സുവോളജിയുടെ റെക്കോർഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ കൊടുത്തോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ.